ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാജിtalksലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ ഒരു അടിപൊളി കടലക്കറിയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 2 കപ്പ് കടല കുക്കറിൽ വേവിച്ചെടുത്തതാണിത്. തലേ ദിവസമേ വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുതിർന്നതാണ്. അതിനുശേഷമാണ് കുക്കറിലിട്ട് വേവിച്ചത്. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു 8 വെളുത്തുള്ളി അല്ലി ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് ഒരു വലിയ സവാള ചോപ്പ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളകും കൂടെ ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇവിടെ എരിവ് കുറവാണ് എല്ലാവർക്കും വേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രം ഇടുന്നത്. അപ്പോൾ ഏകദേശം ഉള്ളിയൊക്കെ വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ ഏകദേശം പോയതിന് ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കടല ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളത്തോട് കൂടി തന്നെ കടല ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. കടല വേവിക്കുമ്പോൾ ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കണം. ഈ വെള്ളം വറ്റുന്നത് വരെ നമുക്കൊന്നിത് വേവിച്ചെടുക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് 1.5 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് വീണ്ടും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ കുറേ സമയം തിളക്കാൻ നിൽക്കരുത്. പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. അപ്പോൾ ഇത് ഏകദേശം തിള വരുന്നുണ്ട്. ആ സമയം കുറച്ച് മല്ലിയിലയും കൂടെ ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. നല്ലൊരു അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ വരുന്നത് വരെ ബൈ.